കോൺഗ്രസിന്റെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം വന്നു. ഇപ്പോൾ ഇവരുടെ പ്രകടന പത്രിക വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും കമ്പാരിസൺ വേണമല്ലോ. ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ പ്രതിവർഷം ഞങ്ങൾ സൃഷ്ടിക്കും. 2019-ലും 2014-ലും ഇവർ പറഞ്ഞത് 2 കോടിയാണ്. അത് പോട്ടെ, ജുമല പത്രയിൽ ഇവർ ഒന്നും പറയുന്നില്ല. MSPയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ലീഗൽ ഗ്യാരണ്ടി നൽകും. ഇവർക്ക് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാനില്ല. നാരി ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാണ്, ഓരോ ഹൗസ് ഹോൾഡ് വുമണിനും ഒരു വർഷം 1 ലക്ഷം രൂപ മിനിമം ഉറപ്പുവരുത്തും. മാത്രമല്ല ഗവൺമെന്റ് ജോലിയിൽ 50% റിസർവേഷൻ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വാക്കും ആര് പറയുന്നില്ല, BJPയുടെ പ്രകടന പത്രിക പറയുന്നില്ല. കാര്യത്തിലേക്ക് വരും, ഇൻഫ്ലേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 പേജിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്താൻ പോകുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോൾ കമാന്നൊരു അക്ഷരം ആരും മിണ്ടുന്നില്ല. BJPയുടെ പ്രകടന പത്രിക പറയുന്നു. BJPയുടെ പ്രകടന പത്രികയിൽ ഇനി കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നു, കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കും. BJP മിണ്ടുന്നില്ല. കാസ്റ്റ് സെൻസസ് പോയിട്ട് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മട്ടൻ ഇറച്ചി കഴിച്ചു എന്നുള്ളതാണ്. 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട്, 2 ടേം ഭരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ റോഡ് നോക്കൂ, ഞാൻ ഉണ്ടാക്കിയ സ്കൂൾ നോക്കൂ, ഞാൻ ഉണ്ടാക്കിയ ആശുപത്രി നോക്കൂ എന്ന് പ്രസംഗിക്കാനില്ലാത്തത് കൊണ്ട് നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ പ്ലേറ്റിൽ ഇരിക്കുന്ന മട്ടൻ നോക്കൂ, അഖിലേഷ് യാദവിന്റെ പ്ലേറ്റിൽ ഇരിക്കുന്ന മീൻകറി നോക്കൂ എന്ന് പ്രസംഗിക്കേണ്ട ഗതികേടിലേക്ക്, നാണക്കേടിലേക്ക്, മാനക്കേടിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് എത്തി എന്ന്